വിദ്യാഭ്യാസ വകുപ്പിൽ തിരക്കിട്ട സ്ഥലം മാറ്റം 5 പേരെ സ്ഥലം മാറ്റി. ജൂനിയർ സൂപ്രണ്ട്, ക്ലർക്ക് തസ്തികകളാണ് സ്ഥലം മാറ്റം. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെയാണ് സ്ഥലം മാറ്റ ഉത്തരവ് ഇറങ്ങിയത്. എസ് വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് ചേർന്നു. വിനേഷ് പറയൂ. ഷുഹൈൽ, ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിലെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടേതാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് വന്നിട്ടുള്ളത്. നമുക്ക് വളരെ വിചിത്രമായി തോന്നാം ഉത്തരവ്. കാരണം ഇതിലുള്ള 5 പേരെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഈ 5 പേരുടെ സ്ഥലം മാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് NGO അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. അദ്ദേഹം നൽകിയിരിക്കുന്ന ഒരു സബ്മിഷൻ, അതായത് ഈ സബ്മിഷൻ നൽകിയിരിക്കുന്നത് ഇന്നലെയാണ് വോട്ടെണ്ണൽ, ഇന്നലെയാണ് ഫലം പുറത്തു വന്നത്. അതായത് ഈ വോട്ടെണ്ണലിന് ശേഷം ഫലം പുറത്തു വരികയും UDF അധികാരത്തിലേക്ക് അധികാരത്തിലേക്ക് എത്തുന്നു എന്നുള്ളൊരു വിവരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സബ്മിഷൻ നൽകിയിട്ട് ഈ സബ്മിഷന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലൊരു സ്ഥലം മാറ്റ ഉത്തരവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് ഇതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം 5 പേരെയാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത്. ഈ 5 പേരും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിലെ വിവിധ വകുപ്പുകൾ ജോലി ചെയ്യുന്നത്. ഒരാൾ സജു എസ് ജൂനിയർ സൂപ്രണ്ടാണ്. C വിഭാഗം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്ന് ലീഗൽ സെല്ലിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. മറ്റൊരാൾ ജയരാജ് പി ആണ്. ജൂനിയർ സൂപ്രണ്ടിന്റെ ലീഗൽ സെല്ലിൽ നിന്ന് C വിഭാഗത്തിലേക്കുമാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത്. ഇനിയൊന്ന് രഞ്ജിത്ത് RS ആണ്, ക്ലർക്കാണ്. C5 തന്നെയാണ് അദ്ദേഹവും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ തന്നെയാണ്. R1 സ്ഥലം മാറ്റിയിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ R1 നിന്നാണ് DA. ഇതിനകത്ത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഈ ഉത്തരവിൽ പറയുന്നില്ല. നമ്മൾ NGO അസോസിയേഷന്റെ അസോസിയേഷൻ ഭാരവാഹികളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസുമായി സംസാരിച്ചപ്പോൾ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം ഒന്നും നിലനിൽക്കുന്നില്ല. കാരണം ഇത്തരം ഉത്തരവുകൾക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ബാധകമല്ല എന്നാണ് പറയുന്നത്. കാരണം ഈ ഉത്തരവ് സാധാരണ ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ഭാഗമായ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നതും മറ്റും ആയ കാര്യങ്ങൾക്ക് മാത്രമാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ബാധകമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥലമാറ്റങ്ങൾക്ക് ബാധകമല്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാം നാളെ വരെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉണ്ടാവും എന്ന് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്രയ്ക്ക് തിരക്കിട്ട ഒരു സ്ഥലം മാറ്റം വിദ്യാഭ്യാസ വകുപ്പിൽ നടന്നിട്ടുള്ളത്. സുഹൈൽ, പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ലാതെയാണ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ വിദ്യാഭ്യാസ വകുപ്പിൽ കൂട്ടസ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നത്. വിനേഷ് കുമാറാണ് വാർത്തയിൽ വിവരങ്ങൾ നൽകി. നമ്മൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.